നേട്ടങ്ങളും നഷ്ടങ്ങളും ലോട്ടറി വിൽപ്പനയുടെ ഭാഗമാണ്. വീട് മുഴുവൻ ലോട്ടറി ടിക്കറ്റുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വിൽപ്പനക്കാരനുണ്ട് കാസർഗോഡ് ജില്ലയിൽ. നർക്കിലക്കാട് സ്വദേശി രാധാകൃഷ്ണൻ. വർഷങ്ങളുടെ ശീലത്തിന് പിന്നിൽ ഒരു കഥ പറയാനുണ്ട് രാധാകൃഷ്ണന്. കാസർഗോഡ് നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. കോൺക്രീറ്റ് കൊണ്ട് ഭാഗികമായി പണി പൂർത്തിയാക്കിയ ഒരു വീട്. വീടിന് അകത്തും പുറത്തെ പലകത്തട്ടിലും ഞങ്ങളാ കൗതുക കാഴ്ച കണ്ടു. ഭാഗ്യം കെട്ടുപോയ നിരവധി ലോട്ടറി ടിക്കറ്റുകൾ. (2017) മുതൽ സൂക്ഷിച്ച ടിക്കറ്റുകളുണ്ട് നർക്കലക്കാട് സ്വദേശി രാധാകൃഷ്ണന്റെ കയ്യിൽ. ഭാഗ്യം തുണയ്ക്കാത്തതും ആരും വാങ്ങാതെ പോയതുമായ ടിക്കറ്റുകളെ കീശയിലെ നോട്ടുകളായി കാണുന്നതിന്റെ ഭാഗമാണ് ഈ സൂക്ഷിച്ചുവെക്കൽ. ലാഭം എന്ന് പറഞ്ഞാൽ പണിക്കൂലി പോലും കിട്ടുക. പണിക്കൂലി കിട്ടേണ്ട പണിക്കൂലിയാണ് ഈ കിടക്കുന്ന മുഴുവനും. നമുക്ക് ഇത് മൊത്തം അന്നന്ന് വിറ്റ് തീരുവാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടും. ഇത് വിറ്റ് തീരുന്നില്ലല്ലോ. ഇങ്ങനെ ബാലൻസ് വരുന്നതിൻ്റെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപ്. ജോലിക്കിടെ സംഭവിച്ച വീഴ്ചയിൽ കിടപ്പിലായ രാധാകൃഷ്ണന് കരുത്തായത് നർക്കലക്കാട്ടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആദ്യ വിൽപ്പനയ്ക്കായി കുറച്ച് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി നൽകിയതിലൂടെ. തുടർന്ന് വിൽപ്പനക്കാരനായി. വിറ്റുപോകുന്നത് അധ്വാനമായും വിൽക്കാൻ കഴിയാത്തതിനെ നോട്ടുകെട്ടുകളായും സൂക്ഷിച്ചുവെച്ചു ഈ മനുഷ്യൻ. വീട്ടിൽ സ്ഥലമില്ലാതെ വന്നപ്പോൾ സൂക്ഷിക്കുന്നത് ചാക്കിലേക്ക് മാറ്റി. നേട്ടവും നഷ്ടവും വിൽപ്പനയുടെ ഭാഗമാകുമ്പോഴും മെച്ചമൊന്നും ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാക്കിയാകുന്നത് ദാരിദ്ര്യവും കഷ്ടപ്പാടും. നാളെയാണ് എന്ന ഭാഗ്യപ്രതീക്ഷയും അയാൾ കൈവിടുന്നില്ല. മുന്നോട്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ. ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.